അടുക്കളയിലിരിക്കുന്ന ചട്ടിയും പാത്രമൊക്കെ നിരത്തി വെച്ച് മോഹൻലാലിൻ്റെ ഒരു ചിത്രം ഉണ്ടാക്കുക, വിറകുകളൊക്കെ നിരത്തി വെച്ചിട്ട് പൃഥ്വിരാജിൻ്റെ ഒരു രൂപം ഉണ്ടാക്കുക. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഉപയോഗിച്ചിട്ട് മമ്മൂട്ടിയുടെ ചിത്രം ചെയ്തത്. വായലൊരു സംഭവം കുത്തിക്കയറ്റി വെച്ചിരിക്കുന്നതുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല. അടുത്ത ആളുകളോട് ആംഗ്യ ഭാഷയിലാണ് ടൈൽസ് തരാനും അല്ലെങ്കിൽ ഇന്ന കളർ വേണമെന്നൊക്കെ പറയുന്നത്. പല മെറ്റീരിയൽ വെച്ചും ചെയ്യുന്നുണ്ട്. ആ മെറ്റീരിയൽ എല്ലാം ചേർത്ത് വെച്ച് ഒരു ചിത്രം കൂടി തീർത്തു എന്നുള്ളതാണ്. മണാലിയിൽ പോയിട്ട് മഞ്ഞിൻ്റെ പുറത്തൊരു ഐസും കട്ടയിൽ പെയിന്റ് അടിക്കുക എന്ന് പറയുന്ന പോലെ മഞ്ഞിൻ്റെ പുറത്തൊരു ചിത്രം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. മധുവിനെ കൊന്നൊരു സമയത്ത് എല്ലാം കുറേ പേര് കൂടി തല്ലിക്കൊന്ന സമയത്ത് ഒരു പ്രതിഷേധമായിട്ടാണ് ഞാനൊരു കളിമൺ ശില്പം ചെറുതുണ്ടാക്കിയത്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് കൊടുങ്ങല്ലൂരാണ്. സമകാലിക കലയിലൂടെ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് ഡാവിഞ്ചി സുരേഷ്. സംസ്കാരം, സ്നേഹബന്ധം, മനുഷ്യബന്ധം തുടങ്ങി പല തീമുകളിൽ അദ്ദേഹം തൻ്റെതായ കാഴ്ചപ്പാട് കലയിലൂടെ വ്യക്തമാക്കിയ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് അദ്ദേഹത്തിലൂടെ തന്നെ നമുക്ക് പോകാം. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എന്തൊക്കെയുണ്ട്? നല്ല വിശേഷങ്ങളാണ്. നല്ല തിരക്ക് സമയമാണ്, സീസൺ ടൈമാണ്. ഇപ്പോൾ ഒരുപാട് വർക്കുകളുണ്ട്. എത്ര വർഷമായി, ഇപ്പോൾ എത്ര നാളുകളായി ഇങ്ങനെ കലയിലേക്ക് ഇറങ്ങിയിട്ട്? ഈ ഒരു ചെറുപ്പം മുതലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലി ഒരു ആർട്ടിസ്റ്റ് ഫാമിലി തന്നെയാണ്. എല്ലാവരും ജ്യേഷ്ഠന്മാരൊക്കെ ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ വരകളും അവരുടെ ഇതുകളൊക്കെ കണ്ടു വളർന്നിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ നമ്മൾ ഈ ഒരു ഫീൽഡിലുണ്ട്. ശരിക്കും 2ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ഒരു ക്ലേ മോഡലിങ്ങിനൊരു പെൻസിൽ സമ്മാനമായിട്ട് കിട്ടുന്നത്. അത് വലിയൊരു പ്രചോദനമായിരുന്നു. പിന്നെ തുടർന്ന് അങ്ങോട്ട് സ്കൂളുകളിലെ മത്സരങ്ങൾക്കൊക്കെ പങ്കെടുക്കും, അതിനൊക്കെ പ്രൈസ് ലഭിക്കും. കേരളോത്സവം വന്നപ്പോൾ കേരളോത്സവത്തിന് പങ്കെടുക്കും. 3 തവണ കലാപ്രതിഭ അവാർഡൊക്കെ കിട്ടിയിരുന്നു. പിന്നീട് നമ്മളിങ്ങനെ ജ്യേഷ്ഠൻ്റെ കൂടെ ഡാവിഞ്ചി സ്ഥാപനം നടത്തുന്ന ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ജ്യേഷ്ഠൻ്റെ കൂടെ ഈ ഹോർഡിങ് ഒക്കെ വരയ്ക്കാൻ തുടങ്ങി. പണ്ട് ഈ ഫ്ലെക്സൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് പണ്ട് ഇങ്ങനെ മുളയൊക്കെ കെട്ടിവെച്ച് വലിയ ഹോർഡിങ്സിലൊക്കെ അതിന്മേൽ കയറി നിന്നിട്ടാണുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്നത്. അപ്പോൾ അത്തരം ചിത്രങ്ങൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പല പരസ്യ കമ്പനികൾക്കും വേണ്ടിയിട്ട് വരച്ചിട്ടുണ്ട്. പിന്നീടാണ് ഫ്ലെക്സ് ഇറങ്ങിയതും ഓരോരുത്തരും ഓരോ മേഖലകളിൽ തേടി പോകുന്നതൊക്കെ. അതിൽ ഈ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ചേട്ടൻ്റെ കൂടെ ജോലിക്കായിട്ട് ഇറങ്ങുന്നത്. പിന്നെ ഈ എന്താ പറയുക, സ്വന്തമായിട്ട് ഒരു സ്ഥാപനം തുടങ്ങിയ പിന്നെയാണ് എനിക്ക് വ്യത്യസ്തമായിട്ടുള്ള പല കലാരൂപങ്ങളും ചെയ്യണം എന്നുള്ള ആഗ്രഹം തോന്നി തുടങ്ങിയത്. പണ്ട് നമ്മുടെ ഈ അഗ്നിദേവൻ്റെ ഷൂട്ടിങ്ങിന് മോഹൻലാലിൻ്റെ ഒരു മരത്തിൽ കൊത്തിയെടുത്തൊരു ചിത്രം ഒരു കൊത്തുപണി ചെയ്ത് ഒരു തേക്കിൻ്റെ തടിയിൽ കൊത്തിയെടുത്ത് അദ്ദേഹത്തിന് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഗുരുവായൂർ വെച്ചാണ് അത് കൊടുക്കുന്നത്. പിന്നെ മമ്മൂട്ടി, അതുപോലെ തന്നെ യേശുദാസ്, രജനീകാന്ത്, കലാഭവൻ, അങ്ങനെ പല ആളുകൾക്ക്, ഒരു 4-5 പേർക്ക് ഈ മരത്തിൽ കൊത്തിയെടുത്ത ശില്പങ്ങൾ നേരിട്ട് കൊണ്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നീട് അത് മാറ്റി വേറൊരു ഒരു മീഡിയം പിടിക്കണമെന്ന് തോന്നി. അങ്ങനെയാണ് ഉള്ളനൂല് ഒട്ടിച്ചുണ്ടാക്കി ബോർഡിൽ ഉള്ളനൂലുകൾ വെച്ച് ഇങ്ങനെ നിരത്തി ഒട്ടിച്ച് ഓരോ ചിത്രങ്ങൾ രൂപപ്പെടുത്തിയത്. സാധാരണ ഒരു ചിത്രം ചെയ്യാന്ന് പറയുമ്പോൾ അന്നത്തെ കാലഘട്ടങ്ങളിലൊരു ക്യാൻവാസും അല്ലെങ്കിൽ ബ്രഷും ഒക്കെ പെൻസിലൊക്കെ ഉപയോഗിച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്രഷോ പെൻസിലോ അങ്ങനെ പെയിൻറ്റോ ഒന്നുമില്ലാതെ ഈ ഉള്ളനൂലിൻ്റെ കളറുകളിൽ പലതരം ഉള്ളനൂലുകൾ അത് നമുക്ക് വാങ്ങാൻ കിട്ടും. ആ നൂലുകൾ ഫെവിക്കോൾ വെച്ച് ഇങ്ങനെ ഒട്ടിച്ച് പല നിറങ്ങൾ ഇങ്ങനെ അടുപ്പിച്ച് ചേർത്ത് ഒരു ഗ്രേഡിയൻറ്റ് കൊണ്ടുവന്നാണ് ഒരു ഫേസ് ചെയ്യുന്നത് നമ്മൾ. അത് വളരെ വർഷങ്ങൾ 10-20 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തൊരു വർക്കാണത്. അപ്പം അത് ഒരു 111 ഞാൻ ചെയ്തിട്ടുണ്ട് അത്തരം ചിത്രങ്ങളൊക്കെ. പിന്നീടാണ് ഈ ക്രയോൺസിൽ ചിത്രം വരയ്ക്കാൻ തുടങ്ങി. ക്രയോൺസ് കുട്ടികൾ ശരിക്കും ക്രയോൺസ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് കളർ ചെയ്യാൻ കൊടുക്കുന്നൊരു സാധനമാണ്. പക്ഷെ അതുകൊണ്ട് പോർട്രേറ്റ് അങ്ങനെ അധികം ആ കാലഘട്ടത്തിലൊന്നും ആരും ചെയ്ത് കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ അതൊരു വ്യത്യസ്തമായിട്ട് എനിക്ക് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെയാണ് ക്രയോൺസിൽ ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങി. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മീഡിയങ്ങൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ. കളർ പെൻസിൽ, സോഫ്റ്റ് പേസ്റ്റിൽ, ഓയിൽ പേസ്റ്റിൽ, അങ്ങനെ നിരവധി മീഡിയങ്ങൾ വിപണിയിലുണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്.
നിറങ്ങളൊക്കെ പണ്ട് ഞങ്ങൾ ഈ ക്യാമലിൻ്റെ ഒരു ചെറിയ പെട്ടിയിൽ ചെറിയൊരു ബ്രഷും ആ അഞ്ചാറ് കളറുകൾ മാത്രമേ കിട്ടിയിരുന്നുള്ളൂ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത്. അപ്പോൾ അത് കൂട്ടിയാണ് ഒരുപാട് കളറുകളൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അത് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 ഷെയ്ഡ് വരെയൊക്കെ കിട്ടുന്ന മീഡിയങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ കളർ പെൻസിലൊക്കെ തന്നെ എത്രയോ ഡിഫറൻസ് കളറുകൾ നമുക്ക് കിട്ടും. മിക്സ് ചെയ്യണ്ട, പെട്ടെന്ന് നമുക്ക് ജോയിൻ്റ് ആവുന്ന കളറുകൾ എടുത്ത് വരച്ചാൽ മതി. വാട്ടർ കളറാണെങ്കിൽ അക്രലിക് ആണെങ്കിൽ എല്ലാവരും അങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പം അത്തരത്തിൽ പണ്ടത്തെ ഒരു കാലഘട്ടത്തിലും ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലും നമ്മൾ വരച്ചുകൊണ്ടേയിരിക്കുകയും ശരിക്കും അന്നും വരയ്ക്കുന്നുണ്ട്, ഇന്നും വരയ്ക്കുന്നുണ്ട്. ഈ വരയുടെ വ്യത്യസ്തമായിട്ടുള്ള മീഡിയങ്ങളുടെ വ്യത്യാസങ്ങളും നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 100 മീഡിയം എന്നുള്ളൊരു ലക്ഷ്യം എൻ്റെ മനസ്സിൽ വരുന്നത്. ശരിക്കും 100 മീഡിയം ചെയ്യണം എന്നുള്ള ആഗ്രഹം തുടങ്ങിയ ആ സമയം ഞാൻ ചിന്തിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ 50 മീഡിയം ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള സുധീർനാഥാണ് പറഞ്ഞത്, നീ എന്തെങ്കിലും റെക്കോർഡിക്കലായിട്ടൊരു സംഭവം ചെയ്യും, നീ കുറേ മീഡിയങ്ങൾ ഇങ്ങനെ പലതും ചെയ്യുന്നത് കാണുന്നുണ്ടല്ലോ, അപ്പോൾ നീ ഒന്ന് എണ്ണി നോക്കിയിട്ട് 100 മീഡിയോ ഒക്കെ ചെയ്യാനുള്ള ശ്രമം നടത്താൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇങ്ങനൊരു താല്പര്യത്തിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള ഫോട്ടോസുകൾ, പഴയ ഫോട്ടോസുകളൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ഞാൻ വളരെ ചെറുപ്പം മുതലേ തന്നെ പല മീഡിയങ്ങളും ചെയ്തു തുടങ്ങിയതുകൊണ്ട് ഒരു 50 മീഡിയത്തോളം ഞാൻ കവർ ചെയ്തു. അപ്പോൾ പിന്നീട് ഒരു 50 മീഡിയം കൂടെ നമുക്ക് ചെയ്യണം എന്നുള്ളതാണ്. റെക്കോർഡിനോ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡോ അല്ലെങ്കിൽ മറ്റു റെക്കോർഡിനോ ഒന്നും വേണ്ടിയിട്ടല്ല, ഒരു കലാകാരൻ്റെ ലക്ഷ്യം ആണ് ഈ ഒരു 100 മീഡിയം ചെയ്യണം എന്നുള്ളത്. അത് ഈ ലോകത്ത് വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല, പക്ഷെ നമ്മൾ പരിശ്രമിക്കുകയാണ്. ഇപ്പോൾ 96 മീഡിയങ്ങൾ ഇപ്പോൾ ഞാൻ നിലവിൽ ചെയ്ത് കഴിഞ്ഞു. ഒരു 4 മീഡിയം കൂടി ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു ലക്ഷ്യം പൂർത്തിയായി. പലപ്പോഴും ഈ 10-30 മീഡിയങ്ങൾ സാധാരണ ആർട്ടിസ്റ്റുകൾ ചെയ്യുന്ന എല്ലാ മീഡിയങ്ങളും ആദ്യം ഞാൻ അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ പുതിയത് കണ്ടുപിടിക്കാൻ തുടങ്ങി. ഈ ആരും ചെയ്യാത്ത കുറേ മീഡിയങ്ങൾ, ഇപ്പോൾ അടുക്കളയിലിരിക്കുന്ന ചട്ടിയും കലവും പാത്രമൊക്കെ നിരത്തി വെച്ച് മോഹൻലാലിൻ്റെ ഒരു ചിത്രം ഉണ്ടാക്കുക, വിറകുകളൊക്കെ നിരത്തി വെച്ചിട്ട് പൃഥ്വിരാജിൻ്റെ ഒരു രൂപം ഉണ്ടാക്കുക, അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഉപയോഗിച്ചിട്ട് മമ്മൂട്ടിയുടെ ചിത്രം ചെയ്തത്, ഉരുളങ്കല്ലുകൾ പെബിൾസുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ ദുൽഖർ സൽമാൻ്റെ ഒരു ചിത്രം ചെയ്തത്, ആണി അടിച്ച് പ്ലൈവുഡിൽ അടിച്ച് പിടിപ്പിച്ചിട്ടാണ് ഫഹദ് ഫാസിലിൻ്റെ ഒരു ചിത്രം ചെയ്തത്. അങ്ങനെ നിരവധി മീഡിയങ്ങൾ ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ വ്യത്യസ്തമാവണം എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. അതിൽ ഈ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ, 3D ഇല്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിദേശീയ ചിത്രകാരന്മാരായിട്ടുള്ള യൂറോപ്യൻ രാഷ്ട്രങ്ങളിലുള്ള ആളുകൾ ചെയ്യുന്ന കുറേ സംഭവങ്ങളുണ്ട്. നഗരത്തിലെ പാർക്കുകളിലും അല്ലെങ്കിൽ റോഡുകളിലൊക്കെ അഗാധമായിട്ടുള്ള ഗർത്തങ്ങളും അല്ലെങ്കിൽ തറയിൽ നിന്ന് പൊന്തിക്കുന്നതും അല്ലെങ്കിൽ വായുവിൽ നിൽക്കുന്നതൊക്കെ പോലെ തോന്നിക്കുന്ന രീതിയിൽ യൂറോപ്യൻ രാഷ്ട്രങ്ങളിലുള്ള ചിത്രകാരന്മാർ 3D ഇല്യൂഷൻ എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടുവന്നു. അപ്പോൾ അത് നമുക്ക് ചെയ്യണം എന്നുള്ള കുറേ ഒരു 10-30 എണ്ണം ഞാനും അങ്ങനെ കുറേ ചെയ്തു. അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ എന്ന് പറയുന്ന ഒരു നമ്മുടെ കണ്ണിനെ എന്താ പറയുക വ്യത്യസ്തമായിട്ട് വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്നത്, എന്നാൽ യാഥാർത്ഥ്യമല്ല, നമുക്ക് കാഴ്ചയിൽ ചിലപ്പോൾ അതൊരു യഥാർത്ഥമാണെന്ന് തോന്നുന്ന രീതിയിൽ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ എന്ന് പറയുന്ന ഒരു മേഖലയും കൂടിയുണ്ട്. അതും നമുക്ക് ഈ ഒരു യാത്രക്കിടയിൽ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളുടെ മിക്ക ക്യാൻവാസുകളും പണ്ട് ഹോർഡിങ്സ് ചെയ്തുകൊണ്ടായിരിക്കാം, ഒരു A4 സൈസിലുള്ളൊരു ചിത്രം നമ്മളൊരു ഹോർഡിങ്സിലേക്ക് ഒരു 10 അടി വലുപ്പമുള്ള വലിയ ഹോർഡിങ്സിലേക്ക് ഒക്കെ നമ്മൾ പകർത്തി വലുതാക്കി ലാർജ് ചെയ്ത് വരയ്ക്കും. അപ്പോൾ ആ ഒരു പരിചയം എക്സ്പീരിയൻസ് പണ്ടേ ഉണ്ട്. അതുകൊണ്ടാണ് പലരും എന്നോട് ചോദിച്ചിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിങ്ങനെ ഈ 250 അടി 150 അടിയൊക്കെ വലുപ്പത്തിൽ ഒരു ഗ്രൗണ്ടിൽ എങ്ങനെ നിങ്ങളിത് കാൽക്കുലേറ്റ് ചെയ്ത് വരയ്ക്കുന്നു എന്ന് ചോദിക്കാറുണ്ട്. ശരിക്കും ഈ ഹോർഡിങ്സ് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് അതിൻ്റെ ഒരു നമ്മൾ വലുതാക്കുക ലാർജ് ചെയ്ത് വരയ്ക്കാൻ പഠിച്ചത് കൊണ്ടുള്ളൊരു ഇതാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആകാശത്ത് പോയി ഒന്ന് നോക്കാൻ പറ്റില്ല എന്തായാലും കുറവ് സംഭവിച്ചിട്ടുണ്ടോ, അതിന് ഹെലിക്യാം തന്നെ മാർഗമുള്ളൂ. അത് പിന്നീടാണ് ഹെലിക്യാമൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അതിന് മുൻപൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു A4-ലുള്ളൊരു 12 ഇഞ്ച് 8 ഇഞ്ച് വീതിയും 12 ഇഞ്ച് നീളത്തിലുള്ളൊരു ചിത്രത്തിനെ നമ്മൾ ഒരു 120 അടി വലുപ്പമുള്ള വലിയൊരു ഗ്രൗണ്ടിൽ ചെയ്യുമ്പോൾ ഒരു ഗ്രാഫ് ചെയ്യുന്ന സമയത്ത് 1 ഇഞ്ച് എന്നുള്ളത് ചിലപ്പോൾ 10 അടി വലുപ്പത്തിലായിരിക്കും. ആ 10 അടിയിൽ നമ്മളൊരു വര ഇടണമെങ്കിൽ ഒരു 5-6 നടത്തെങ്കിലും നടക്കണം. ഒരു വര ഏതെങ്കിലും ചിലപ്പോൾ ഏതെങ്കിലും ഒരു വശത്തൊരു വരയിരിക്കാം. ഈ കള്ളികളിൽ ഏതെങ്കിലും മൂക്കിൻ്റെ അവിടെയോ അല്ലെങ്കിൽ കണ്ണിൻ്റെ അവിടെയോ ഏതെങ്കിലും ഒരു കള്ളി മാറിപ്പോയാൽ മൊത്തം കാൽക്കുലേഷനും ഈ ചിത്രവും തന്നെ മാറിപ്പോകും. വൾഗറായിട്ടുള്ളൊരു ചിത്രമായിരിക്കും പിന്നെ നമുക്ക് കിട്ടുക. അതൊരു കാൽക്കുലേഷൻ കൃത്യമായിട്ട് വേണം. ഇന്ന കള്ളിയിൽ ഇന്ന വരകളാണ് വേണ്ടത്, അത് ഇന്ന ഷേപ്പിൽ തന്നെ വരയ്ക്കണം എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് തന്നെ വരച്ചാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ചിത്രം ഹെലിക്യാമിൽ നോക്കുമ്പോൾ ഒരു കൃത്യമായിട്ടുള്ളൊരു ചിത്രം വരുന്നത്. ഇപ്പോൾ ദീപങ്ങൾ കൊണ്ടൊരു ദീപാവലിക്കാണ് ഈ ഗാന്ധിജിയുടെ ഒരു ചിത്രം ഞാൻ
ദീപങ്ങൾ കത്തിച്ച് വെച്ചിട്ട് 120 അടി വലുപ്പത്തിലൊരു ചിത്രം വരയ്ക്കുന്നത്. അതങ്ങനെ ഹെലിക്യാമിൻ്റെ സഹായത്തോടുകൂടി തന്നെ കാണാൻ സാധിക്കുള്ളൂ. താഴെ നിൽക്കുമ്പോൾ കുറേ ദീപങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നു, അത്രേ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. പക്ഷെ അത് ഹെലിക്യാമിൽ കാണുമ്പോൾ ഗാന്ധിജിയുടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ചിത്രമായിട്ട് മാറുകയാണ്. അപ്പോൾ അത് തീയിലെ ഒരു ചിത്രം എന്നാണ്. ശരിക്കും ആദ്യമായിട്ട് എനിക്കൊരു URF റെക്കോർഡ് കിട്ടുന്നത് ആദ്യമായിട്ട് അതിനാണ്. ഇപ്പോൾ 9 റെക്കോർഡുകളോളം എൻ്റെ വീട്ടിൽ ഇവിടെ ഇരിപ്പുണ്ട്, ചുമരിലിരിപ്പുണ്ട്. അതുപോലെ തന്നെ 2 ഗിന്നസ് വേൾഡ് റെക്കോർഡും സൗദിക്ക് ലുലുവിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള മീഡിയങ്ങൾ ഇപ്പോൾ ചെയ്തു. ഇപ്പോൾ ബലൂൺ കൊണ്ട് ഗാന്ധിജിയുടെ ഒരു ചിത്രം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലാണ് ചെയ്തത്. വലിയ വിശാലമായിട്ട് 1,00,000 ബലൂണുകൾ ഇങ്ങനെ ഒരു ഗ്രൗണ്ടിൽ നിരത്തിയിട്ടിട്ട് 152 അടി വലുപ്പത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ബലൂൺ എന്ന് പറയുന്ന ഒരു സാധനം വെയിൽ കൊണ്ട് അപ്പം പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടൈമിനുള്ളിൽ, നിശ്ചിത ടൈമിനുള്ളിൽ ഒരുപാട് പേരെ കൊണ്ട് ബലൂൺ കെട്ടിച്ച് തറയിൽ, നമ്മൾ ഫ്ലോറിൽ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഗ്രൗണ്ടിൽ ഫുള്ള് കാർപ്പറ്റ് വിരിച്ച് അതിൽ വല കെട്ടി ആ വലയമലാണ് ഓരോ ബലൂണും കെട്ടി പിടിപ്പിക്കുന്നത്. അങ്ങനെ ഈ 1,00,000 ബലൂണ് 100ഓളം പേര് നിന്നിട്ട് നമ്മൾ പറയുന്ന കൃത്യമായ കളറുകളുടെ സ്ഥലത്തൊക്കെ അവർ വരച്ചിട്ടിരിക്കുന്ന സ്ഥലത്തൊക്കെ അവർ കെട്ടിക്കൊണ്ടിരിക്കുക. തലേ ദിവസം 4 മണിക്ക് വെയിലാറിയപ്പോൾ തുടങ്ങി ഫുൾ നൈറ്റ് നിന്ന് പിറ്റേ ദിവസം 8 മണിയോടുകൂടി കംപ്ലീറ്റ് ചെയ്തു വലിയൊരു ചിത്രം. അപ്പോൾ അതും ഈ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയിട്ടുള്ളൊരു ചിത്രമാണ്. ഗാന്ധിജിയുടെ ഒരു 4 ചിത്രങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് 94ാമത്തെ ചിത്രവും ഗാന്ധിജിയുടെ തന്നെയാണ്. അത് ആർട്ട് മെറ്റീരിയൽ, നമ്മൾ പല മെറ്റീരിയൽ വെച്ചും ചെയ്യുന്നുണ്ട്. ആ മെറ്റീരിയൽ എല്ലാം ചേർത്ത് വെച്ച് ഒരു ചിത്രം കൂടി തീർത്തു എന്നുള്ളതാണ്. അപ്പോൾ ഇനിയും ഈ ലോകത്ത് ഒരുപാട് മീഡിയങ്ങളുണ്ട്. നമ്മൾ പരിശ്രമിച്ചാൽ അല്ലെങ്കിൽ കണ്ടെത്താൻ ശ്രമിച്ചാൽ ആയിരക്കണക്കിന് മീഡിയങ്ങൾ നമുക്ക് ലഭിക്കും. നമ്മൾ എന്താ പറയുക, ഒരു യാത്രയാണ് ഇങ്ങനെ കുറേ മീഡിയങ്ങൾ ചെയ്യണം എന്നുള്ളത്. അതിൽ വെള്ളത്തിന് മുകളിൽ ചിത്രം ചെയ്തിട്ടുണ്ട്, വെള്ളത്തിനടിയിൽ പോയിട്ട് ചിത്രം ചെയ്തിട്ടുണ്ട്, അതുപോലെ തീയിൽ ചെയ്തിട്ടുണ്ട്, മെഴുകുതിരി പുക വെച്ചിട്ട് പുക കൊണ്ട് ഒരു ചിത്രം തീർത്തിട്ടുണ്ട്. അങ്ങനെ വിവിധ തരം മീഡിയങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും റിസ്ക് പിടിച്ചൊരു മീഡിയം എന്നാണ് ഈ വെള്ളത്തിനടിയിൽ പോയിട്ട് ചെയ്തിട്ടുള്ള ഒരു ചിത്രം എന്ന് പറയുന്നത്. അത് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൻ്റെ ഉള്ളിലാണ് അത് ചെയ്യുന്നത്. തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൻ്റെ ഉള്ളിൽ. അവിടെ വിക്രം ബത്ര എന്ന് പറയുന്ന ഒരു സൈനികൻ്റെ ചിത്രമാണ് നമ്മൾ ഈ ഒരു വെള്ളത്തിനടിയിൽ പോയിട്ട് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ആ ചിത്രം ചെയ്യാനുള്ളൊരു പ്രചോദനം എന്ന് പറയുന്നത്, വെള്ളത്തിന് മുകളിൽ ഞാൻ കുറച്ച് ചിത്രങ്ങൾ പണ്ട് ചെയ്തിട്ടുണ്ടായി. ഒരു 8-10 വർഷം മുമ്പ് ഒരു പരീക്ഷണാർത്ഥം ഒരു ചെറിയ ട്രേയിൽ വെള്ളം കെട്ടി നിർത്തി ബോട്ടിൽ സ്പ്രേ ഒക്കെ ഉപയോഗിച്ച് കളർ പൗഡറുകളൊക്കെ വെച്ചിട്ട് ഒരു 3 ചിത്രം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ആദ്യം ഞാൻ ചെയ്യുന്ന, ഒരു 10 വർഷത്തിന് മുമ്പ് ചെയ്യുന്ന ചിത്രങ്ങൾ വെള്ളത്തിന് മുകളിൽ ചെയ്യുന്നത്. വെള്ളത്തിൽ വരച്ച പോലെ എന്നൊരു പഴഞ്ചൊല്ല് തന്നെ ഇല്ലേ, അത് മാറ്റിയെടുക്കണം എന്ന് തോന്നിയുള്ളതുകൊണ്ട് തന്നെ ചൈനക്കാരും ജപ്പാൻകാരൊക്കെ ചെയ്യുന്നുണ്ട് ഇത്, ഈ പല ഡിസൈൻസും കാര്യങ്ങളൊക്കെ. അപ്പം അത്തരത്തിൽ നമ്മൾ ശ്രമിച്ച് തുടങ്ങി അങ്ങനെ ചെയ്തതാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പെയിൻറ്റുകളും സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്ത് നോക്കിയതാണ്. പിന്നീടാണ് ഈ യൂട്യൂബേഴ്സിൻ്റെ ഒരു മീറ്റിന് വേണ്ടിയിട്ട് മൂന്നാർ പോകുമ്പോൾ, മൂന്നാറിലാണ് ഒരു വലിയൊരു സ്വിമ്മിംഗ് പൂൾ, 50 അടി വലുപ്പത്തിലുള്ള സ്വിമ്മിംഗ് പൂളിൻ്റെ മുകളിൽ കമൽഹാസൻ്റെ ഒരു ചിത്രം, വിക്രം എന്ന് പറഞ്ഞ സിനിമയിലെ കമൽഹാസൻ്റെ ഒരു ചിത്രം വെള്ളത്തിന് മുകളിൽ പൊന്തിക്കിടക്കുന്ന ഫോം ഷീറ്റുകളൊക്കെ ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളൊരു ചിത്രമാണ്. അതിനും ഏകദേശം 50 അടി വലുപ്പമുള്ള ചിത്രമാണത്. ആ ചിത്രവും ഹെലിക്യാമിലാണ് അത് ഷൂട്ട് ചെയ്തിരുന്നത്. അത് യൂട്യൂബേഴ്സിൻ്റെ മീറ്റ് ആയതുകൊണ്ട് തിരുവനന്തപുരത്തുള്ളൊരു ഒരു യൂട്യൂബറാണ് എന്നോട് ചോദിച്ചത്, നിങ്ങൾ വെള്ളത്തിന് മുകളിലല്ലേ ചെയ്തത്, നിങ്ങൾക്ക് വെള്ളത്തിനടിയിൽ ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രോഗ്രാം റെഡി ആയിക്കോ, ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് തിരുവനന്തപുരത്ത് സ്കൂബ ഡൈവിങ് പഠിക്കണം. നമ്മൾ ഓൺ എയറിൽ ഒരു ചിത്രം ചെയ്യുന്ന പോലെ എളുപ്പമായ കാര്യമല്ല ഈ വെള്ളത്തിനടിയിൽ പോയിട്ടൊരു ചിത്രം ചെയ്യാന്ന് പറയുന്നത്. അവിടെ നമ്മൾക്ക് സ്കൂബ ഓക്സിജൻ സിലിണ്ടറൊക്കെ ഫിറ്റ് ചെയ്ത് നമ്മളത് പഠിക്കണം. അപ്പോൾ 3 ദിവസം ഞാൻ അവരുടെ ചെറിയ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ആദ്യം പഠിച്ചിട്ടാണ് ഈ 120 അടി വലുപ്പമുള്ള ഈ പട്ടാളക്കാർ നീന്തുന്ന വലിയ സ്വിമ്മിംഗ് പൂളിൽ 6 അടി താഴ്ചയിൽ ടൈൽസുകളാണ് നമ്മൾ വെള്ളത്തിന് മുകളിൽ ചെയ്യാൻ ഫോം ഷീറ്റുകളാണ്, പൊന്തിക്കിടക്കുന്ന ഫോം ഷീറ്റുകളാണ് ഉപയോഗിച്ചെങ്കിൽ വെള്ളത്തിനടിയിൽ കട്ടിയുള്ള സാധനങ്ങൾ വേണമല്ലോ അവിടെ കിടക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ടൈൽസ്, നമ്മൾ ഉപയോഗിക്കുന്ന പലതരം ടൈൽസുകൾ പല കടകളിൽ നിന്ന് പല നിറങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ആ ടൈൽസുകളെല്ലാം ചേർത്ത് വെച്ചിട്ടാണ് ഈ ഒരു വിക്രം ബത്ര എന്ന് പറയുന്ന കളർഫുള്ളായിട്ടുള്ളൊരു ചിത്രം നമ്മൾ വെള്ളത്തിനടിയിൽ ചെയ്യുന്നത്. അത് എന്നെ സഹായിക്കാനായിട്ട് സ്കൂബ ഡൈവേഴ്സ് കുറേ പേര് ഉണ്ടായിരുന്നു ചുറ്റും, ഈ ടൈൽസൊക്കെ എടുത്ത് തരാനായിട്ട്. നമ്മൾ ഇപ്പോൾ സാധാരണ ഒരു അടി ടൈൽസും കൊണ്ട് വെള്ളത്തിനടിയിലേക്ക് മുങ്ങിയാൽ താഴെ ചെല്ലുമ്പോൾ ഒരു 2 അടി വലിപ്പമുള്ള ടൈൽസായിട്ടായിരിക്കും നമുക്ക് തോന്നുക. നമ്മുടെ കണ്ണുകൾ ഒരു ലെൻസ് പോലെ പ്രവർത്തിക്കും.
അപ്പോൾ ഓടിച്ചെന്ന് നമുക്കൊരു ചിത്രം ചെയ്യുന്നത് എളുപ്പമല്ല. തൊട്ടടുത്തുണ്ട് ആണെന്ന് കരുതുന്ന പലതും ചിലപ്പോൾ തൊട്ടടുത്തായിരിക്കില്ല, കുറേ അകലായിരിക്കും. വെള്ളത്തിനടിയിലെ കാര്യങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് പഠിക്കുന്നുണ്ട്. നമുക്ക് വായലൊരു സംഭവം കുത്തിക്കയറ്റി വെച്ചിരിക്കുന്നതുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല. അടുത്ത ആളുകളോട് ആംഗ്യ ഭാഷയിലാണ് ടൈൽസ് തരാനും അല്ലെങ്കിൽ ഇന്ന കളർ വേണമെന്നൊക്കെ പറയുന്നത്. അപ്പം അത്രയും നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണത് പഠിക്കും. ബോയൻസി കൺട്രോളിങ്, ബ്രീത്തിങ് കൺട്രോളിങ്, ഇതെല്ലാം നമ്മൾ പഠിച്ചതിന് ശേഷമാണ് വെള്ളത്തിനടിയിൽ പോയിട്ട് ചെയ്യുന്നത്. ഒരു പ്രാവശ്യം മുങ്ങിയാൽ ഒരു 3/4 മണിക്കൂറോളം ചെയ്തിട്ട് മുകളിലേക്ക് പൊന്തി വരും. ഒരു 5 മിനിറ്റ് മുകളിൽ വെള്ളത്തിന് മുകളിൽ നിന്നിട്ട് വീണ്ടും താഴും. ഇങ്ങനെയാണ് അത് ചെയ്തത്. ശരിക്കും അതിന് ഇന്ത്യൻ ആർമിയുടെ ഒരു വെങ്കല മെഡൽ, എക്സലൻസി അവാർഡ് എനിക്ക് അവിടുത്തെ കമാൻഡർ തന്നു എന്നുള്ളതാണ്. അത് ജീവിതത്തിലൊരു മറക്കാനാവാത്ത അനുഭവം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടാളക്കാർക്ക് കൊടുക്കുന്ന എക്സലൻസി അവാർഡ് നമുക്ക് ഈ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ട് അവർ നമുക്ക് തന്നതാണ്. അത് വലിയൊരു ബഹുമതിയായിട്ട് ഞാൻ കരുതുന്നു. അതിനുശേഷം പിന്നീടും ഒരു വർക്ക് അവർക്ക് വേണ്ടി ചെയ്തിരുന്നു. അത്തരത്തിൽ നമ്മൾ വ്യത്യസ്തമാവണം അല്ലെങ്കിൽ വ്യത്യസ്ത തേടണം എന്ന് ആഗ്രഹിച്ചാൽ നമുക്ക് പലതും നമുക്ക് ചെയ്യാൻ കഴിയും. ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ചിത്രം ചെയ്തത് ഈ മീനുകൾ ഉപയോഗിച്ചാണ്. മീനുകളൊന്നും ചിത്രം വരയ്ക്കാൻ ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു സാധനം. പക്ഷെ മീനുകളിൽ പല നിറങ്ങളുണ്ട്. ആ മീനുകൾ നിരത്തി വെച്ചാൽ ഒരു ചിത്രമായി മാറും. അത് നമ്മൾ തെളിയിച്ച് കൊടുത്തതാണ്. മുഖ്യമന്ത്രിയുടെ ഒരു ചിത്രം ഇവിടെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ബോട്ടിൽ, അത് നമ്മൾ സാധാരണ ഒന്നിലെ വെള്ളത്തിൽ അല്ലെങ്കിൽ കരയിലാണ് ചിത്രം ചെയ്ത്. അങ്ങനെയല്ല, വെള്ളത്തിൽ ഒരു ബോട്ടിലാണ് നമ്മൾ ചെയ്തത്. വെള്ളത്തിലും കരയിലും അല്ലാത്ത പോലെ ബോട്ടിലാണ് ഈ ചിത്രം ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. അതിനുശേഷം കശുവണ്ടിപ്പരിപ്പ് ഉപയോഗിച്ച് കൊല്ലത്തും വെച്ചിട്ടൊരു ചിത്രം മുഖ്യമന്ത്രിയുടെ ചെയ്തിരുന്നു. ഇതിനു മുൻപ് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ ഒരു ചിത്രം പൂക്കൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരുന്നത്. അപ്പം അത്തരത്തിൽ വിവിധ നമ്മുടെ കേരളത്തിലെ പ്രശസ്തരായിട്ടുള്ള പലരും ചിത്രങ്ങൾ, അല്ലാതെ ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യയിലെ പ്രശസ്തരായിട്ടുള്ള പല ആളുകളുടെയും ചിത്രങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അബ്ദുൽ കലാം സാറിൻ്റെ ഒരു ചിത്രം ചെയ്തത് സ്വർണം കൊണ്ടാണ്. സ്വർണം നമ്മൾ ജ്വല്ലറിയിൽ ഇങ്ങനെ ഇരിക്കുന്നത് മാത്രമല്ലേ കാണുന്നുള്ളൂ. പക്ഷേ ഏതാണ്ട് ഒരു നല്ലൊരു വിഭാഗം സ്വർണം എടുത്തിട്ട് പല തരം ആഭരണങ്ങൾ കൊണ്ട് ഒരു 10 അടി വലുപ്പത്തിൽ നമ്മുടെ മുൻ രാഷ്ട്രപതിയായിട്ടുള്ള APJ അബ്ദുൽ കലാം സാറിൻ്റെ ഒരു ചിത്രം നമുക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അപ്പോൾ അവന് ഒരുപാട് മീഡിയങ്ങൾ എടുത്തു പറയാനാണെങ്കിൽ 96 മീഡിയങ്ങളുണ്ട് ശരിക്കും. വ്യത്യസ്തമായിട്ടുള്ള ചിലത് മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത്. നമ്മളുടെ ഒരു ആഗ്രഹമാണ് അത് ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ ദുബായിൽ ചെയ്ത സമയത്ത് ബട്ടൺസ് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷാർജയിൽ ഉണ്ടായിരുന്ന സമയത്ത് ബുക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. 1,30,000 ബുക്കുകൾ, 1,30,000 ബുക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഷാർജ രാജാവിൻ്റെ ഒരു ചിത്രം അവിടുത്തെ എക്സ്പോ സെൻറ്ററിൽ, ഈ ബുക്ക് ഫെസ്റ്റ് നടക്കുന്ന എക്സ്പോ സെൻറ്ററിൽ നമ്മൾ ചെയ്തത്. അതൊരു 3D മെത്തേഡിലാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ഫ്ലോറിൽ നിരത്തിയിടുന്നത് ഒരു പാറ്റേൺ ആണ്. അത് അല്ലാതെ നമുക്ക് ഒരാൾക്ക് നിന്നാൽ കാണാവുന്ന രീതിയിൽ 3D സ്റ്റൈലിൽ നമ്മൾ ചെയ്യാറുണ്ട്. വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയാൽ അത് ഒരു വ്യക്തിയുടെ മുഖമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അത് തറയിലും അല്ലെങ്കിൽ സ്റ്റെപ്പുകളിലോ അങ്ങനെയൊക്കെ ആയിരിക്കും അത് അടക്കി വെച്ചിരിക്കുന്നത്. സൈഡിൽ നിന്ന് നോക്കിയാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. കുറേ ബുക്കുകൾ ഇങ്ങനെ പടികളിൽ നിരത്തി വെച്ചിരിക്കുന്നു, ഫ്ലോറിലിരിക്കുന്നു, അങ്ങനെ കാണുള്ളൂ. പക്ഷെ അതൊരു വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ 3D മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തുകൊണ്ട് അതിൻ്റെ ആ മുഖം കൃത്യമായിട്ടുള്ള അളവിലേക്ക് അതിനെ കൊണ്ടുവരും. അതാണ് ഈ 3D ചിത്രങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ തറയിൽ നിരത്തിയിട്ട് ഒരു സാധനം ഹെലിക്കാമില്ലാണ്ട് നമുക്കത് കാണാൻ സാധിക്കില്ല, കൃത്യമായിട്ടുള്ളൊരു വ്യൂ. നേരെ മറിച്ച് ഈ രീതിയിൽ തന്നെ തറയിലും ചുമരിലുമായിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ, വാളിലും ഫ്ലോറിലായിട്ട് നമ്മൾ ചെയ്താൽ തന്നെ ഒരു വ്യൂ പോയിന്റിൽ നിന്നാലും കാണാവുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ രണ്ടിനും വ്യത്യസ്തമായിട്ട് വരകളുടെ 2 രീതികളാണ്. 3D ചിത്രം എന്ന് പറയുന്നത് അതിൻ്റെ വിസ്തീർണങ്ങൾക്ക് വ്യത്യാസം വരുത്തിയൊരു എക്സാജറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. പക്ഷെ കാണുമ്പോൾ ഒരു വ്യൂ പോയിന്റിൽ നിന്നാൽ അത് കൃത്യമായിട്ടുള്ള അളവായിരിക്കും. അതാണ് 3D ചിത്രങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അത് വരയ്ക്കാൻ കുറച്ച് പണിയാണെന്ന് മാത്രം, നമ്മൾ ചെയ്യാൻ കുറച്ച് റിസ്ക് ആണെന്ന് മാത്രം. പക്ഷെ നമുക്കതാണ് താല്പര്യം. എന്താണ്, വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് നമ്മളൊരു വർക്ക് ചെയ്യുക എന്നുള്ള, വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പം അതിൽ ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ചത് ഈ വെള്ളത്തിനടിയിൽ പോയിട്ടുള്ള ചിത്രം തന്നെയാണ്. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഇനിയുണ്ട്. ഇനിയിപ്പോൾ മണാലിയിൽ പോയിട്ട് മഞ്ഞിൻ്റെ പുറത്തൊരു ഐസും കട്ടയിൽ പെയിൻ്റ് അടിക്കുക എന്ന് പറയുന്ന പോലെ മഞ്ഞിൻ്റെ പുറത്തൊരു ചിത്രം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ അത് പ്രത്യേക സമയങ്ങളിലോ പ്രത്യേക മാസങ്ങളിലോ മാത്രമാണ് അവിടെ അതിന് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അടുത്ത വർഷം അത് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസത്തിൽ നിൽക്കുകയാണ് ഞാൻ. നോക്കട്ടെ.
പിന്നെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇപ്പം ചേട്ടൻ പ്രതിമകളും ചെയ്യുന്നുണ്ടല്ലോ, പല ഇതിൽ നിന്ന് പ്രതിമകൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ വെങ്കലായിക്കോട്ടെ, കളിമണ്ണായിക്കോട്ടെ, അങ്ങനെ ചെയ്തിട്ട് എന്തെങ്കിലും ഒരെണ്ണത്തിൽ മിസ്റ്റേക്ക് വന്നു പോയാൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അല്ല, ചിലത് ഈ നമ്മൾ പുറത്ത് വയ്ക്കുന്ന പ്രതിമകളെല്ലാം തന്നെ വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെ ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ ആളുകൾ അതിന് പ്രതികരിക്കും. പണ്ടത്തെ പോലെയല്ല, പണ്ട് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അധികം ആൾക്കാർക്ക് ചിലപ്പോൾ പ്രതികരിക്കാനുള്ളത് കിട്ടിയിരുന്നില്ല. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ലൈവായിട്ട് അതിൻ്റെ പ്രതികരണം സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പല കലാകാരന്മാരും പല ശില്പികളും നേരിട്ട് കൊണ്ടിരിക്കുന്നതാണ്. കൃത്യമായിട്ട് ആ ഒരു ചായ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ ശ്രദ്ധിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ എപ്പോഴും നമ്മളുടെ എന്താ പറയുക, ആ ഒരു മൈൻഡ് അനുസരിച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. ചിലപ്പോൾ എപ്പോഴും അത് കൃത്യമായിക്കൊള്ളുന്നില്ല, ചിലതിന് പാകപ്പിഴകളും സംഭവിക്കാം. അതെല്ലാവർക്കും ഉള്ളതാണ്, എനിക്കും സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ഈ കമലഹാസൻ്റെ ചിത്രം ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം ഒരു 5 നിലയുടെ മുകളിൽ മൂന്നാറിൽ നല്ല തണുപ്പുള്ള സമയത്ത്, നല്ല കാറ്റുള്ള സമയത്താണ് ഇത് ചെയ്യുന്നത്. ഫോം ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റ് വന്നാൽ പറന്നു പോകുന്നൊരു സംഭവമാണ്. ഈ ഫോം ഷീറ്റുകളെല്ലാം ഇങ്ങനെ സ്റ്റാപ്ലർ അടിച്ച് കൂട്ടി വെച്ചിട്ടാണ് ഇതിങ്ങനെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് 2-3 തവണ ഇത് ചുരുണ്ട്, കാറ്റ് വന്ന് വെള്ളത്തിന് മുകളിലൂടെ ഇത് ചുരുണ്ട് പോയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. വീണ്ടും അത് മടക്കി തിരിച്ച് വെച്ച് ഇത് അവരുടെ പ്രോഗ്രാം കഴിയുന്ന സമയം വരെ നമ്മൾ പണിയെടുത്തുകൊണ്ടേയിരുന്നു. ഈ ശരിക്കും കമലഹാസൻ്റെ ചിത്രം നോക്കി നമുക്ക് മനസ്സിലാവും, ഷർട്ട് താടി വരെ ഉള്ളൂ, ശരിക്കും കഴുത്ത് വരയ്ക്കാൻ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. കാരണം അതിന് ഈ കാറ്റും അവിടുത്തെ കാലാവസ്ഥ അനുവദിച്ചില്ല. കാരണം ഇത് പറത്തി കൊണ്ടുപോവുകയാണ് ഇതിനെ. അപ്പോൾ നമ്മൾ മുകളിൽ ഒരു വല പോലെ അതിനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ടൊക്കെയാണ് പൂർത്തീകരിച്ചത് മൊത്തം. എന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഹെലിക്യാം ഷോട്ട് എടുത്തതിന് ശേഷം അത് വിട്ടപ്പോൾ തന്നെ ചുരുണ്ടത് കരയിൽ ചെന്ന് കയറി എന്നുള്ളതാണ്. അത്ര വലിയ കാറ്റായിരുന്നു അത്. അപ്പോൾ അതൊക്കെ പുറത്തുള്ള ആൾക്ക് ആർക്കും അറിയില്ല അതിൻ്റെ നമ്മളാ റിസ്ക്കും, അല്ലെങ്കിൽ നമുക്കത് ആ ചിത്രം പൂർത്തിയാക്കാൻ പറ്റാത്ത വിഷമം ഒക്കെ. പക്ഷെ എന്നാലും അത് അത്യാവശ്യം നല്ല രീതിയിൽ അത് ഒരു വൈറലായിട്ട് പോയൊരു ചിത്രം കൂടിയാണത്. നമ്മളൊരു ജീവിതം അങ്ങനെയാണ്, ഒരു കുറേ എന്താ പറയുക, ഒന്നും നമ്മൾ നേരത്തെ നമ്മൾ പരീക്ഷിച്ച് നോക്കിയിട്ടല്ലല്ലോ ചെയ്യുന്നത്. എല്ലാവരും നമ്മൾ കൊണ്ടുപോയി ആ മീഡിയ എവിടെയാണോ, ഏത് സ്ഥലത്താണോ, ഏത് ജില്ലയിലാണോ അവിടെ പോയിട്ട് നമ്മൾ ചെയ്യണം. ഇപ്പോൾ വെള്ളി ആഭരണങ്ങൾ കൊണ്ട് ചെയ്ത ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലെ വേറൊരു പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ആളിനെ, ചിരഞ്ജീവിയുടെ അനിയൻ, അദ്ദേഹത്തിനൊക്കെ ഞാൻ എൻ്റെ വെള്ളി ആഭരണങ്ങൾ കൊണ്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പല രാജ്യങ്ങളിൽ പോയിട്ട് എനിക്ക് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ഒന്ന് UAE പല സ്ഥലങ്ങളിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൗദിയിൽ 4 പ്രാവശ്യം എനിക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട്. 4 പ്രാവശ്യത്തിൽ 3 പ്രാവശ്യം ഈ ലുലുവിന് വേണ്ടി തന്നെ വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതൊന്ന് ഫ്ലാഗ് ഡേക്കാണ്. ഫ്ലാഗിൽ അവിടുത്തെ സൗദി പൗരന്മാരെ നിരത്തി നിർത്തി അവരുടെ ഫ്ലാഗ് നിർമ്മിച്ചു. അതാണ് ആദ്യം ചെയ്യുന്നത്. പിന്നെ രണ്ടാമത് ഒരു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഒക്കെ കളിക്കുന്ന ഫുട്ബോൾ ഗ്രൗണ്ട്, റിയാദിലെ വലിയ ഫുട്ബോൾ ഗ്രൗണ്ടിൽ 93ാമത്തെ അവരുടെ നാഷണൽ ഡേ ആണ്. അപ്പോൾ 93 എന്നുള്ള ഒരക്കം 16,000 സോപ്പ് പൊടികൾ നിരത്തി വെച്ചിട്ടാണ് ആ 93 എന്നുള്ള അക്കം. അതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഉണ്ടായിരുന്നു. ഏറ്റവും ഒരു 3-4 മാസം മുമ്പ് ഞാനിപ്പോൾ 94ാമത്തെ നാഷണൽ ഡേക്കും പോയിരുന്നു. അന്ന് സൗദി ഗവൺമെൻറ്റും അതുപോലെ തന്നെ ലുലുവും കൂടി ചേർന്ന് സഹകരിച്ച് നടത്തുന്നൊരു പ്രോഗ്രാം, നാഷണൽ ഡേ പ്രോഗ്രാമിന് ഫ്ലവർ പോട്ടുകൾ 2 നിറങ്ങൾ, വെള്ളയും പച്ചയുമായിട്ടുള്ള, പച്ച ഫ്ലവർ നമ്മൾ അധികം കണ്ടിട്ടില്ല. പക്ഷേ പച്ച ഫ്ലവറുകളും അവർ വേറെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ട് പച്ച ഫ്ലവറുകളും വെള്ള ഫ്ലവറുകളും ഉപയോഗിച്ചിട്ട് അവരുടെ ഒരു വലിയൊരു ലോഗോ, ഈ നാഷണൽ ഡേയുടെ ലോഗോ നമ്മൾ ക്രിയേറ്റ് ചെയ്യണ്ടായി. അതിനും ഗിന്നസ് വേൾഡ് റെക്കോർഡ് അവർക്ക് നേടിക്കൊടുക്കാനായിട്ടുള്ള ഒരു അവസരം എനിക്ക് കിട്ടി. അപ്പോൾ അത് അങ്ങനെ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ വർക്കുകളും ഒപ്പം പുറം രാജ്യങ്ങളിൽ വരുന്ന വർക്കുകളും നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. പിന്നെ ഈ കാരിക്കേച്ചർ ഇനിയും ഉണ്ടോ ഇതുപോലത്തെ? ഇല്ല, ഇത്തരം ഇത് ഞാനൊരു 10-15 വർഷം മുമ്പ് കാർട്ടൂൺ അക്കാഡമിയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ്, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരിക്കുന്ന സമയത്താണ് ഈ കാരിക്കേച്ചറുകളൊക്കെ ചെയ്യുന്നത്. അന്ന് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പറിലും അനിമേഷനിലും മാത്രമാണ് ഈ കാർട്ടൂൺ കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ കാരിക്കേച്ചറുകളൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു ആശയമാണ് ഇങ്ങനെ ലൈവായിട്ട് ആളുകൾ കാണുന്ന രീതിയിലൊരു കാരിക്കേച്ചറുകൾ ഇപ്പോൾ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് 10 വർഷം മുമ്പുള്ള കാര്യമാണ്, അന്ന് ചെയ്ത വർക്കുകളാണ് ഇതെല്ലാം. പിന്നെ അതിനിടയ്ക്ക് എനിക്കൊരു ഭാഗ്യം കിട്ടിയത്, നമ്മളുടെ ലോകപ്രശസ്തനായിട്ടുള്ളൊരു ഫോട്ടോഗ്രാഫർ ഉണ്ട്, നിക്കൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ ഒരു കാരിക്കേച്ചർ നമ്മൾ ഈ തൃശ്ശൂർ വന്ന സമയത്ത്, കേരളത്തിൽ അദ്ദേഹം വന്ന സമയത്ത് തൃശ്ശൂർ ലളിതകല അക്കാഡമിയിൽ എത്തിയിരുന്നു അദ്ദേഹം. അപ്പം അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു കാരിക്കേച്ചർ പ്രതിമ ഇതുപോലെ ഇത്രയും വലുതല്ല, ചെറുതാണ്, ഒരു 1.5 അടി മാത്രമൊക്കെ വലിപ്പമുള്ള അദ്ദേഹത്തിൻ്റെ കാരിക്കേച്ചർ പ്രതിമ ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തിന് നേരിട്ട് ലളിത അക്കാദമി അങ്കണത്തിൽ വെച്ചിട്ട് കൊടുക്കാൻ സാധിച്ചു.
അപ്പം അത് അദ്ദേഹം മറ്റു ഒരുപാട് സമ്മാനങ്ങൾ ഓരോ സ്ഥലത്തു നിന്നും അദ്ദേഹത്തിന് കിട്ടിയെങ്കിലും ഇത് പ്രധാനമായിട്ട് അദ്ദേഹം കൊണ്ടുപോയി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കാലിഫോർണിയയിലുള്ള വീട്ടിൽ വെച്ചിട്ട് അദ്ദേഹം ഫോട്ടോ എടുത്ത് ഇവിടേക്ക് അയച്ചു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പേജിലും ആ ഫോട്ടോ കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വരെ നമ്മളുടെ വർക്ക് എത്തി എന്നുള്ളത് വലിയൊരു ഒരു എന്താ പറയുക, ഒരു അവാർഡ് കിട്ടിയതിന് തുല്യമാണത്. അപ്പം അത്തരത്തിൽ നമ്മൾ ഓരോ കലാകാരന്മാരും നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്നതിനനുസരിച്ച് ഒപ്പം തന്നെ പോകുമ്പോൾ സമൂഹത്തിൽ കുറേ പ്രശ്നങ്ങൾക്ക് നമുക്ക് ഇടപെടേണ്ടി വരും. ചിലപ്പോൾ വാക്കുകൾ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെയാണ് ഒരു കലാകാരൻ അവൻ്റെ ഉള്ളിലുള്ള ആശയങ്ങൾ ചിലപ്പോൾ ചിത്രങ്ങളായിട്ട് അല്ലെങ്കിൽ ശില്പങ്ങളായിട്ടായിരിക്കും അവൻ ചിലപ്പോൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പം അത്തരത്തിൽ സമൂഹത്തിലെ പല വിഷയങ്ങളിലും എൻ്റേതായ ഒരു ആദരവായിട്ടും പ്രതിഷേധമായിട്ടൊക്കെ ഞാൻ ശില്പങ്ങൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ മധുവിനെ കൊന്നൊരു സമയത്ത് കുറേ പേര് കൂടി തല്ലിക്കൊന്ന സമയത്ത് ഒരു പ്രതിഷേധമായിട്ടാണ് ഞാനൊരു കളിമൺ ശില്പം ചെറുതുണ്ടാക്കിയത്. അതൊരുപാട് പേര് കണ്ടതാണ്. അപ്പം അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾ പ്രളയ സമയത്ത് ഒരുപാട് പേരെ രക്ഷിച്ച ഒരു അവസരത്തിൽ അവരോടൊരു ആദരസൂചകമായിട്ടൊരു 12 അടി വലുപ്പമുള്ളൊരു പ്രളയ സ്മാരക ശില്പം ഞാൻ ഉണ്ടാക്കിയിരുന്നു. അത് ആ ശില്പം ഒരുപാട് വൈറലായിട്ടുള്ളൊരു ചിത്രമായിരുന്നു. അത് ആ ശില്പത്തിന് കണ്ടിട്ട് കേരള ലളിതാല അക്കാദമി അത് ഏറ്റെടുത്തു. അത് അവർ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ലേലം ചെയ്തു. അതിൽ നിന്ന് 1 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന ചെയ്തു. അപ്പോൾ അതിനേക്കാൾ ഉപരി എനിക്ക് സന്തോഷം തോന്നിയ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ശില്പം ഇപ്പം ഇരിക്കുന്നത് നിയമസഭയ്ക്കുള്ളിലെ മ്യൂസിയത്തിലാണ്. അപ്പോൾ അതവിടെ എത്തുമെന്ന് കരുതിയിട്ടല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. നമ്മളൊരു സാമൂഹ്യ പ്രതിബദ്ധത മാത്രമാണ് നമുക്ക് അതിൽ ചെയ്യാനുള്ള. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലും ചെയ്യാറുണ്ട്. അടുത്ത രണ്ടാമത് വന്ന പ്രളയത്തിന് നൗഷാദിക്ക തുണി കൊടുത്ത് നന്മ ചെയ്ത നൗഷാദിക്കയുടെ കഥ നമുക്കറിയാം, എറണാകുളത്തുള്ള. അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം എൻ്റെ വീട്ടിലെ തുണികൾ ഉപയോഗിച്ച് ഇവിടെയും വെള്ളം കയറിയതാണ്. അപ്പോൾ ഇവിടെ തുണികളൊക്കെ കിടക്കുന്നൊരു സമയത്താണ് എനിക്കൊരു ഐഡിയ വരുന്നത്, ഇങ്ങനെ തുണി കൊടുത്ത് നന്മ ചെയ്ത വ്യക്തിക്ക് തുണി കൊണ്ട് തന്നെ ഒരു ചിത്രം ഉണ്ടാക്കാന്നുള്ളത്. അതും അദ്ദേഹത്തിനോടുള്ള ഒരു ആദരവായിരുന്നു. അപ്പം അങ്ങനെ ബോധവൽക്കരണമായിട്ടും ചിത്രം ചെയ്തിട്ടുണ്ട്. കൊറോണ സമയത്ത് 63 ചിത്രം എല്ലാവരും ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിലിരിക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് എന്താ പറയുക ചിത്രങ്ങൾ വരച്ച് ബോധവൽക്കരണം സോഷ്യൽ മീഡിയയിലൂടെ ചെയ്തിട്ടുണ്ട്. കൊറോണയുടെ തന്നെ ബോധവൽക്കരണ ശില്പവും ചെയ്തിട്ടുണ്ട്, 2 ശില്പങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ വിവിധ ഇപ്പോൾ ഏറ്റവും അവസാനം നടന്ന വയനാട് ദുരന്തം നമുക്കറിയാം. ആ ദുരന്തത്തിൻ്റെ ഒരു സഹായത്തിന് വേണ്ടിയിട്ട്, വയനാട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളൊരു സഹായത്തിന് നമ്മുടേതായ കല ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ കഴിയും, അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചത്. അങ്ങനെ ഒരു മിനിയേച്ചർ ചെയ്തു. വലിയൊരു ഒരു 16 അടി വലുപ്പമുള്ളൊരു മിനിയേച്ചർ ഞാൻ ചെയ്തു. അത് കോട്ടയത്തുള്ള ഒരു അന്നമ്മ ട്രൂബ് എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് അത് ഏറ്റെടുത്തത്. അതിൽ നിന്ന് 1 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പോയി. പിന്നെ അതിപ്പോൾ വടകര ക്രാഫ്റ്റ് വില്ലേജിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഓരോ സാധനങ്ങളും അങ്ങനെ മറ്റുള്ളവർക്ക് ഉപകാരമാവുന്ന രീതിയിലും നമുക്ക് ശില്പങ്ങളും ചിത്രങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഒരുപാട് കലാകാരന്മാരിപ്പോൾ ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള മീഡിയങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പേര് രംഗത്ത് വരുന്നുണ്ട്. അത് തന്നെയാണ് നമ്മളുടെ താല്പര്യവും ഇഷ്ടമൊക്കെ തന്നെ ചെയ്തു തുടങ്ങിയതിൻ്റെ കാരണം വിദേശ രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാഷ്ട്രങ്ങളിലൊക്കെ കലാകാരന്മാർക്ക് കിട്ടുന്ന ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് വാല്യൂ, ആ ഒരു ഒറിജിനൽ കലാരൂപം അല്ലെങ്കിൽ അവർക്ക് ഒറിജിനൽ ചിത്രങ്ങൾ വാങ്ങി എത്ര ലക്ഷം രൂപയാണെങ്കിലും വാങ്ങി ആ കലാകാരനെ പ്രോത്സാഹിപ്പിക്കും. അപ്പോൾ അവരുടെ വീടുകളിലോ ഓഫീസുകളിലോ ഒറിജിനൽ ചിത്രം വെക്കുന്ന ഒരു സ്വഭാവം. പക്ഷേ നമ്മുടെ വീട്ടിൽ പലരും വീട് പണിയുന്നുണ്ട്, ഓഫീസ് പണിയുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രിൻ്റ് ഔട്ടായിട്ടുള്ള പലതുമാണ് പല ഭിത്തികളിലും കാണുന്നത്. ഏതോ ഒരു കലാകാരൻ വരച്ചിട്ടുള്ള ചിത്രം നെറ്റിൽ നിന്നെടുത്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതിനേക്കാളും ഒരു കലാകാരന് നമ്മുടെ എത്രയോ കലാകാരന്മാർ നമ്മുടെ കേരളത്തിലുണ്ട്. ആ കലാകാരന്മാർ വളരണം, അവർക്കൊരു പുതിയ പ്രോത്സാഹനം കൊടുക്കണം, അവരുടെ ഭാവനയിൽ പുതിയ സൃഷ്ടികൾ ഉണ്ടാവണം. ഇപ്പോൾ ലോകപ്രശസ്തനായ ചിത്രകാരനായിട്ടുള്ള ലിയോനാർഡോ ഡാവിഞ്ചിയും മൈക്കിൾ ആഞ്ചലോയും പിക്കാസോ ഒക്കെ നമ്മളറിയുന്നത് എങ്ങനെയാണ്? അവരുടെ ചിത്രങ്ങളുടെ മഹത്വം കൊണ്ടും അവരുടെ കഴിവ് കൊണ്ടും അവരുടെ ഭാവനകൾ കൊണ്ടൊക്കെയാണ്. അപ്പം അതുപോലെ കഴിവുള്ള കലാകാരന്മാർ നമ്മുടെ കേരളത്തിലുണ്ട്. അവരെയൊക്കെ രക്ഷപ്പെടുത്താൻ നമ്മളെ ഭരണകർത്താക്കൾ കൂടി ശ്രമിച്ചാൽ മാത്രമാണ് ഇതൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുക. അതുപോലെ PWD അല്ലെങ്കിൽ ടൂറിസം മേഖലയിലുള്ള ഈ എൻജിനീയേഴ്സ്, ആർക്കിടെക്ട്മാർക്ക് ഒപ്പം തന്നെ ഒരു ആർട്ടിസ്റ്റിനെയും കൂടെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മളുടെ നഗര പ്രദേശങ്ങളും കെട്ടിടങ്ങളും എല്ലാം ഒരു വ്യത്യസ്തമായിട്ടുള്ള മറ്റുള്ള രാജ്യങ്ങളിൽ കാണുന്ന പോലെ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളായിരിക്കും വരിക. അപ്പോൾ അങ്ങനെ മനോഹരമാക്കാൻ നമ്മുടെ കലാകാരന്മാർക്ക് കഴിയും. അത് സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലൊക്കെ ഇതിനൊരു കലയ്ക്കൊരു പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് തന്നെ വളർന്നു വരുന്ന കലാകാരന്മാർക്ക് വേണ്ടി ഒരു പ്രോത്സാഹനം കൊടുക്കാൻ സർക്കാർ അത് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭ്യർത്ഥന.
ഒരു തവണ മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു നിവേദനം കൊടുക്കേണ്ട ഒരു സമയം ആവശ്യം വന്നപ്പോൾ ഞാൻ ഇതൊക്കെ എഴുതിയാണ് കലാകാരന്മാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ എഴുതി കൊടുത്തിരുന്നത്. അപ്പോൾ അത്രയും നല്ല വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളുള്ള ഭാവന ഇപ്പം ഞാൻ ചിന്തിക്കുന്നതായിരിക്കില്ല മറ്റൊരു ആർട്ടിസ്റ്റ് ചിന്തിക്കുന്നത്. മറ്റ് വളർന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് അവരുടേതായ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളും ചിന്തകളും ഉണ്ടാകും. നമ്മുടെ നാടിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയണം. മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പറന്നു പോകുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ എത്രത്തോളം നമ്മുടെ രാജ്യം വളരും, അല്ലെങ്കിൽ നമ്മുടെ നാട് വളരും. അതാണ് നമ്മളും ചിന്തിക്കുന്നത്. കലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടണം. അവിടെയാണ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ ഈ വ്യത്യസ്ത മീഡിയങ്ങൾ ചെയ്യാൻ തുടങ്ങിയതിൻ്റെ കാരണമാണ്. കലനെ ശ്രദ്ധിക്കണം, ചിത്രങ്ങൾ ശ്രദ്ധിക്കണം, ആർട്ടിസ്റ്റുകളെ ശ്രദ്ധിക്കണം, നമ്മുടെ കഴിവുള്ള കലാകാരന്മാരെ ആളുകൾ അറിയണം. ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നതുകൊണ്ട് ഒരുപാട് പേര് അവരവരുടെ കഴിവുകൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് അറിയുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം വളരട്ടെ നമ്മുടെ കലാകാരന്മാരും കലയും. അതെ, ഇപ്പോൾ അച്ഛൻ കൈകൊണ്ട് ചെയ്യുമ്പോൾ മകൻ ചെയ്യുന്നത് മൂക്കുകൊണ്ട് നാക്കുകൊണ്ട് അങ്ങനെയൊക്കെയാണല്ലോ. അല്ല, അതിപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കുറേ കിട്ടിയെന്നൊക്കെ പറയുന്ന പോലെ എൻ്റെ മകൻ ഞാൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന പോലെ അല്ല ചിന്തിച്ചത്. അപ്പോൾ അവൻ ആദ്യമായിട്ട് ചെറുപ്പത്തിൽ കുറച്ച് ചിത്രങ്ങളൊക്കെ കളർ പെൻസിലൊക്കെ വരയ്ക്കുമായിരുന്നു. പിന്നെ അത് അവൻ പഠിപ്പിലേക്ക് കടന്നു, പിന്നെ അതൊക്കെ വിട്ടു. അവൻ പിന്നീടാണ് ഈ കൊറോണ സമയത്താണ് അവൻ വീണ്ടും വരയ്ക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഈ കൈവിരലുകൾ ഉപയോഗിച്ചിട്ട് ടൊവിനോ തോമസിൻ്റെ ഒരു ചിത്രം ചെയ്തത്. പിന്നെ കാൽവിരലുകൾ കൊണ്ട് കിടന്നുകൊണ്ട് വിജയുടെ ഒരു ചിത്രം വരച്ചു. മൂക്ക് കൊണ്ട് ആണ് സൂര്യയുടെ ചിത്രം വരയ്ക്കുന്നത്. മൂക്ക് സൂര്യ അത് ട്വിറ്ററിൽ ഒക്കെ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ അത് മൂക്ക് ഉപയോഗിച്ചിട്ട് വേറെ കയ്യും ഇതൊന്നും തൊടാതെ മൂക്ക് കൊണ്ട് മാത്രം, അത് നല്ലൊരു കളർഫുള്ളായിട്ടുള്ള ചിത്രമാണ്. സാധാരണ ഔട്ട്ലൈൻ വരയ്ക്കുന്ന പോലെ അല്ല, ശരിക്കും ഒരു കളർഫുൾ പെയിൻറ്റിങ്, ബ്രഷ് കൊണ്ട് എങ്ങനെ പെയിൻറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു പെയിൻറ്റിങ് പോലെയാണ് അവൻ അത് ചെയ്യുന്നത്. അത് കഷ്ടപ്പെടണം, ചെയ്യണം, പരിശ്രമിക്കണം എന്നുള്ളൊരു ചിന്താഗതി അവന് ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നീട് ചുണ്ടുകൾ ഉപയോഗിച്ച് ഉമ്മ വെച്ചിട്ടാണ് മോഹൻലാലിൻ്റെ ഒരു ചിത്രം. അതും ചെറുതല്ല, 6:4 വലുപ്പത്തിൽ ഒരുപാട് ചുണ്ടിൻ്റെ ഒരു അടയാളം വീണുകൊണ്ട് തന്നെ. ഇതിൻ്റെയൊക്കെ മൂക്കിൽ ചെയ്തപ്പോഴും ചുണ്ടിൻ്റെ ചെയ്തപ്പോഴൊക്കെ അവൻ്റെ തൊലി ഉലിഞ്ഞു പോയിട്ട് പിന്നെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടൊക്കെയാണ് പിന്നീട് ചെയ്തത്. അപ്പോൾ അത്രയും റിസ്ക് എടുത്ത് അവൻ അത് ചെയ്യാനുള്ള മനസ്സ് കാണിച്ചു എന്നുള്ളതാണ്. അത് മോഹൻലാൽ നേരിട്ട് വിളിച്ച് അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു. ഇപ്പം ഈ ഏറ്റവും ലാസ്റ്റ് അവൻ ചെയ്ത് വിജയുടെ ഒരു ചിത്രം എയർ പമ്പ് വെച്ചിട്ട്, കാറൊക്കെ കഴുകുന്ന ആ പമ്പ് വെച്ചിട്ട് ചുമരിൽ പൂപ്പലുകൾ തെറിപ്പിച്ച് കളഞ്ഞ് വിജയുടെ ഒരു ചിത്രം ചെയ്തിരുന്നു. അതും അത്യാവശ്യം ആളുകൾ കണ്ടതാണ്. അതും കൈ തൊടുന്നില്ല, കൈ തൊടാതെ ഒരു ചിത്രം വരയ്ക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെയും ഉദ്ദേശം. അപ്പം അതുപോലെ വരട്ടെ. എൻ്റെ മകൻ മാത്രമല്ല, നാട്ടിൽ ഒരുപാട് പേര് പലരും ഇങ്ങനെ വളർന്നു വരുന്ന ആളുകളുണ്ട്. അവരൊക്കെ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവട്ടെ, നമ്മുടെ കേരളത്തിൻ്റെ മഹിമ പല സ്ഥലങ്ങളിലേക്കും പോകട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതെ, ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ചേട്ടൻ പറഞ്ഞു കേരളത്തിൻ്റെ ഇതുണ്ടെന്ന് ഒരു മാപ്പ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തൊരു വർക്കാണ്. അത് സത്യം അതൊരു നിസ്സാരമായിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു തോട്ടും കൂടിയാണ് അത്. ശരിക്കും പറഞ്ഞാൽ അത് ഏതൊരു ആർട്ടിസ്റ്റിനും അത് ചെയ്യാവുന്നതുള്ളൂ. ശരിക്കും കേരളത്തിൻ്റെ ഓരോ ജില്ലകളുടെ മാപ്പിൻ്റെ ആകൃതിയിൽ നമ്മൾ ആ ജില്ലയുടെ പേരുകൾ എഴുതുക എന്നുള്ളത്, അത് നമ്മളൊന്ന് ശ്രമിച്ച് ചിലപ്പോൾ വേറൊരു ആർട്ടിസ്റ്റ് ചെയ്യുമ്പോൾ വേറൊരു രീതിയിലായിരിക്കും മാത്രം. ഞാൻ കണ്ടുപിടിച്ച ഒരു മേഖല ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ തൃശ്ശൂരിൽ നിന്ന് എഴുതുന്നത് വേറൊരു മോഡലിലായിരിക്കും മാത്രം. പക്ഷെ അത് ആർക്കും ചെയ്യാവുന്ന ഒരു സാധനമാണ്. പക്ഷെ ഇന്നവരാരും ചെയ്തില്ല എന്നുള്ളതാണ് നമ്മൾക്ക് അത് ചെയ്യാൻ കഴിഞ്ഞത് വലിയൊരു സംഭവമായി എന്നുള്ളതാണ്. പിന്നെ നമ്മളുടെ ഈ ഒരു ഗേറ്റിനും നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു രൂപം കൊടുത്തുന്നുള്ളതാണ്. വളരെ 15 വർഷമായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ഈ കഥകളി മുഖമുള്ളൊരു ഗേറ്റ് രൂപി ഉണ്ടാക്കുക എന്നുള്ളത്. അത്തരത്തിലാണ് ഈ ഒരു ആശയം വന്നത്. വീട് പണിതിട്ട് 15 വർഷമായി. അന്ന് മനസ്സിലുണ്ട് ഇങ്ങനെ ഒരു കഥകളി ഗേറ്റ് ചെയ്യണമെന്നുള്ളത്. പക്ഷെ അതിപ്പോഴാണ് ചെയ്യാൻ കഴിഞ്ഞത്. അതും ഒരുപാട് വൈറലായിട്ടുള്ളൊരു ചിത്രമായിരുന്നു ഈ ഒരു കഥകളി മുഖം. ഓക്കെ, അപ്പോൾ ഇത്ര നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പ്രശസ്ത കലാകാരനായിട്ടുള്ള കലാകാരൻ മാത്രമല്ലല്ലോ, അഭിനേതാവ് അല്ലെങ്കിൽ മിമിക്രി ആർട്ടിസ്റ്റ്, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്തത്ര വിശേഷണങ്ങൾ തരേണ്ടി വരും സാറിന് തന്നെങ്കിൽ. അപ്പം ഒരുപാട് നന്ദിയുണ്ട്, ഇത്ര സമയം തന്നതിന്.